ഹലോ. ഹലോ. മൊത്തത്തിൽ നമുക്കൊന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം. റൂൾസ് മാത്രം വർക്കൗട്ട് ചെയ്യുന്നതെന്നില്ല. വർക്കൗട്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ എന്തായിരുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്താണ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് വരും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് വരും? സ്ക്രീൻ ഇല്ല. നല്ല കാര്യം, പ്രസൻറ്റ് ചെയ്തില്ലായിരുന്നു ഞാൻ. ശരി, ഇപ്പം വന്നോ? വന്നു. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരുന്നു? ഇത് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് വരും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് വരും? പ്ലൂറൽ വെർബ് വരും. ഇത് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, വേൻ്റെ കൂടെ നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വെർബ് സിംഗുലർ ആണെങ്കിൽ എന്ത് കാണും? എസ് ഓർ എസ് കാണും. എന്താണ്? വെർബ് പ്ലൂറൽ ആണെങ്കിൽ എസ് ഓർ എസ് കാണത്തില്ല. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മെനി സ്റ്റുഡൻസ് ആണ്. മെനി സ്റ്റുഡൻസ് അപ്പോൾ എന്ത് വരും? പ്ലൂറൽ ആയതുകൊണ്ട് എന്ത് വരണം? ഹാസ് അല്ല ഹാവ് വരും. ആൻഡ് ഓൾ ദ ഡെവലപ്ഡ് എക്കോണമീസ് ഓഫ് ദ വേൾഡ്, എക്കോണമീസ് പ്ലൂറലാണ്. അപ്പോൾ എന്ത് വരണം? ഇവിടെ സീംസ് അല്ല, സീൻ. ഇവിടെ സീം വരണം. അപ്പോൾ ഇങ്ങനെ എന്താണ് ഇതിൻ്റെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ അതിനകത്തുണ്ട്. ദെൻ അടുത്ത് പിന്നെ പറഞ്ഞെന്താണ്? ഇച്ച് എവരി എനി നൺ നെയ്തർ നെയ്തർ, ഇച്ച് എവരി എനി നൺ നെയ്തർ നെയ്തറിനോടൊപ്പം ഇവരോടൊപ്പം എന്താ വരുന്നത്? സിംഗുലർ നൗണും സിംഗുലർ വെർബ് എപ്പോഴും വരാറുള്ളൂ. ഇല്ലടി, ഇവിടെ ഇല്ല. ഓക്കെ, സിംഗുലർ നൗണും എന്താണ് പോയി. ഈച്ച് എവരി. എന്തോടാ? സാധനം പോയതാ. ഈച്ച് എവരി എനീന നെയ്തർ നെയ്തറിനോടൊപ്പം സിംഗുലർ നൗണും സിംഗുലർ വെർബും മാത്രമേ വരുന്നത്. സിംഗുലർ നൗണും സിംഗുലർ വെർബും. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണാവും. പക്ഷെ വെർബ് എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. എവരിയുടെ ഒപ്പം എന്ത് വരത്തില്ല? ഓഫ് വരത്തില്ല. അതുകൊണ്ടാണ് എവരിയെ മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. ശരി, പിന്നെന്താ? ശരി, ഇനി എന്താ ഉള്ളത് അടുത്തതെന്ന്? ഇതല്ല. പിന്നെ ഒരുവിധം മോസ്റ്റ് ഓഫ് ദ കേസസിലും എന്താണ്, അല്ല ഒരുവിധം എല്ലാ കേസിലും ഓഫിന് ശേഷം വരുന്ന എന്തായിരിക്കും? പ്ലൂറൽ നൗൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് നൗൺസ് അല്ലെങ്കിൽ രണ്ട് നൗണുകൾ ഒരു പ്രിപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർബ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? രണ്ടുണ്ട്. ഓഫ് പ്രിപ്പോസിഷനാണ്. ആദ്യം വേറെ പ്രിപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർബ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് വെർബാണ്. വെർബ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എഫക്റ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആയതുകൊണ്ട് അവിടെ ആറല്ല വരാനുള്ളത്, ഈസാണ് വരാനുള്ളത്. പ്രിപ്പോസിഷൻ വെച്ച് രണ്ട് നൗണിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി എന്താ വരുന്നത്? വേറൊരിടത്ത് അതിൻ്റെ സിമിലർ ആയിട്ട് പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു. ആ കണക്ട് ചെയ്യുന്ന രണ്ടെണ്ണം, അപ്പം ആഫ്റ്റർ പ്രപ്പോസിഷൻ, ടു പ്രപ്പോസിഷൻ, അപ്പോൺ പ്രപ്പോസിഷൻ, പക്ഷേ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നൗണ് സെയിം ആണെങ്കിൽ, രണ്ടും സെയിം ആണെങ്കിൽ എന്തായിരിക്കും? അത് സിംഗുലർ ആയിട്ട് എഴുതണം. അപ്പോൾ സിറ്റീസ് ആഫ്റ്റർ സിറ്റി എന്ന് എഴുതരുത്, സിറ്റി ആഫ്റ്റർ സിറ്റി എന്ന് വേണം എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ രണ്ടെണ്ണം വരുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്? പിന്നെ കുറച്ച് വേർഡ്സ്, കുറച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു. ഏതാണ്? സ്പീഷീസ്, സ്റ്റേയേഴ്സ്, സ്പീഷീസ്, സ്റ്റേയേഴ്സ്, സിസേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ആനൽസ്, ഫയർ വർക്ക്സ്, സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണട അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടി എന്ന് പറയുന്ന സാധനമാണ്. പക്ഷേ സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു വ്യൂ ആണ്. നമ്മൾ ഇറ്റ്സ് എ നൈസ് സ്പെക്ടക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അതൊരു നല്ല വ്യൂ ആണെന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് നൈസ് സ്പെക്ടക്കിൾ എന്ന് പറയും. ഇപ്പോൾ രണ്ട് സാധനമാണ്. പിന്നെ സ്പെക്ടക്കിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? നമ്മൾ എസ്സിൽ അവസാനിക്കും. നമ്മൾ സാധാരണ നൗണുകൾ എസ്സിൽ അവസാനിച്ച് അത് പ്ലൂറലാണ്. ഇപ്പം
എക്സാമ്പിൾ എന്താണ്? സോറി തിരിഞ്ഞു ഇതെല്ലാം ഓക്കെ, ഇതെല്ലാം പ്ലൂറലാണ്. നൗണുകൾ എന്താണ്? ഇപ്പോൾ വേറെ എന്താ എക്സാമ്പിൾ എന്തായിരുന്നു? കാർസ് ഉണ്ട്. നൗൺസ് എന്താണ്? നൗണിന് എസ് ഓർ എസ് ഇടുമ്പോഴാണ് എന്താവുന്നത്? പ്ലൂറൽ ആവുന്നത്. ഓക്കെ, നൗണുകൾ എസ് ഓർ എസ് ഇടുമ്പോഴാണ് പ്ലൂറൽ ആവുന്നത്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് വേർഡ്സ് ഉണ്ട്. അതാണ് സ്പീഷീസ്. ഇതൊക്കെ എന്താണ്? ഈ സാധനങ്ങളെല്ലാം എപ്പോഴും പ്ലൂറലായിരിക്കും. ക്ലോത്ത്സ് ഒക്കെ പ്ലൂറലാണ്. ബിലോങ്ങിങ്സ്, ഈ ബിലോങ്ങിങ്സിൻ്റെ കൂടെ വേറൊരു സാധനമുണ്ട്. എന്താണ്? ലഗേജും ബാഗേജും ബിലോങ്ങിങ്സും. അപ്പോൾ ഇതിൽ ലഗേജിനും ബാഗേജ് ഇതെല്ലാം ഒരേ മീനിങ് തന്നെ വരുന്നത്. എല്ലാം നമ്മുടെ സാധനങ്ങൾ എന്ന് പറയുന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. പക്ഷേ ലഗേജിനും ബാഗേജിനും എസ് ഇല്ല, ബിലോങ്ങിങ്സിന് എസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എപ്പോഴും പ്ലൂറലായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ഇവരെല്ലാം എന്താണ്? പ്ലൂറലായിട്ട് ഉപയോഗിക്കും. കാരണം ടയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പടിയല്ല, എങ്ങനെ പോലെ 2-3 പടിയാണ്. അപ്പോൾ എന്തായാലും 3 ഉണ്ട്. സിസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറയാം, 2 ഉണ്ട് സിസേഴ്സ് എന്ന് പറയുന്നത്. ട്രൗസേഴ്സും എന്തുണ്ട്? 2. ഇതൊക്കെ അതുകൊണ്ടൊക്കെയാണ്. പാൻസ് ആണെങ്കിലും എന്താ 2 വരുന്നുണ്ട്. ആനൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിനാണ് ആനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആനൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു റെക്കോർഡുകൾ, പല മറ്റേ ഫയൽ റെക്കോർഡ്, മറ്റേ ഓഫീസിലൊക്കെ ഇരിക്കുന്ന റെക്കോർഡുകൾ. ആർക്കൈവ്സ് എന്നും പറയും. ഇതൊക്കെയാണ്. പിന്നെ ഫയർ വർക്ക്സ്, ഇതൊക്കെ എന്താണ്? ഇങ്ങനെ എസ്സിലെ ഇതൊക്കെ അവസാനിക്കൂ. ആൻഡ് പ്ലൂറൽ നൗൺ ആയിരിക്കും. പ്ലൂറൽ നൗൺ ആണെങ്കിൽ എന്തായിരിക്കും? പ്ലൂറൽ വെർബും ആയിരിക്കും. അടുത്ത സ്പെക്ടക്കിൾസ് ഞാൻ പറഞ്ഞു. ആൻഡ് വേറെ എന്താണ്? ഇതൊക്കെ റിവിഷനാണ്. നമ്മൾ മറ്റേതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒറിജിനലിനകത്ത്. ഇതിപ്പോൾ എന്താണ്? ഇത് കുറച്ച് സാധനങ്ങളാണ്. വിത്ത്, ടുഗദർ വിത്ത്, അലോങ് വിത്ത്, അക്കമ്പനീഡ് ബൈ, നോ ലെസ്. ഇത് കറക്റ്റ് ചെയ്തില്ലല്ലേ? നോ ലെസ് ദാൻ, ഇൻക്ലൂഡിങ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വെർബ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എന്തെന്നും പറയാം നമുക്ക്? കൺക്ലൂഷൻ അല്ലല്ലോ, കൺജങ്ഷൻസ്. അപ്പോൾ എന്താണ്? 2 നൗണിനെ പ്രിപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്താലും കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്താലും ആരെ ഡിപ്പെൻഡ് ചെയ്യും? വെർബ് ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പ്രിപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്താലും കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്താലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്തായിരുന്നു ഓടിച്ച് പറയാമെന്ന് വെച്ചത്? പിന്നെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റിനെ കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആഡ് വെർബ് ഓഫ് പാസ്റ്റ്, എന്നിട്ട് ലാസ്റ്റ് നൈറ്റ്, ഇൻ 2020. പിന്നെ എന്താണ്? ഓൺ മൺഡേ, അനൗൺസ്ഡ് ഓൺ മൺഡേയിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്തിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. അപ്പോൾ ഹാഡ് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ബോത്തിൻ്റെ കൂടെ നമ്മൾ എയ്തർ ഓർ നെയ്തർ നോർ എന്നൊക്കെ പറയുന്നുള്ള സാധനമാണ് എന്ത്? ബോത്തിൻ്റെ കൂടെ ആൻഡ് ആണ് വരുന്നത്. ബോത്ത് ആൻഡാണ് വരുന്നത്. ഓക്കെ, ബോത്തിൻ്റെ കൂടെ ആസ് വെൽ ആസ് ഉപയോഗിക്കത്തില്ല. ബോത്തിൻ്റെ കൂടെ ആൻഡാണ് വരുന്നത്. പിന്നെ ബോത്ത് എന്ന് പറയുമ്പോൾ ബോത്ത് ഇവനും. അപ്പോൾ എന്തായാലും 2 പേരുള്ള സ്ഥിതിക്ക് അത് എന്തായിരിക്കും? പ്ലൂറൽ വെർബ് ഇവിടെ ഉപയോഗിക്കത്തുള്ളൂ. ബോത്ത് ശുഭം ആൻഡ് ലക്ഷ്യ, ബോത്ത് യു ആൻഡ് ഹി. അപ്പം 2 പേരായപ്പോൾ എന്തായാലും അവിടെ പ്ലൂറൽ വരണം. അടുത്ത എന്താണ്? ഇത് വീണ്ടും നമ്മുടെ കുറച്ച് വേർഡ്സ് ആണ്. കാറ്റിൽ, ക്ലർജി, ഗെൻട്രി, കാവൽറി, പോലീസ്, ഡേറ്റ, ബാക്ടീരിയ, പെസൻട്രി ഒക്കെ എന്താണ്? പ്ലൂറലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നും എന്താണ്? ഇവിടെയൊക്കെ നോക്കി വെക്കാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താ? ഇവർക്കൊന്നും എസ് ഇല്ല. നമ്മൾ പെട്ടെന്ന് കാറ്റിലിൻ്റെ പ്ലൂറൽ വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽസ് എന്നങ്ങ് പറയും. കാറ്റിൽ നമ്മൾ സിംഗുലറായിട്ട് എടുക്കുന്നത്. പക്ഷെ കന്നുകാലികൾ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഈ വേർഡ്സിനൊക്കെ എന്താണ്? പ്ലൂറൽ നൗണായിട്ടാണ് ഇവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അവർക്കൊക്കെ എന്ത് വരും? പ്ലൂറൽ വെർബും വരും. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു WH കഴിഞ്ഞാൽ ഒരു WH വാട്ട്, വെന്ന്, വിച്ച്, ഹൂ എന്ന സാധനങ്ങൾ ഒന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നതും കാണും, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നതും കാണും. അപ്പോൾ രണ്ടിനും 2 ഫോർമാറ്റാണ്. ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നതെങ്കിൽ WH കഴിഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് വരണം. നമ്മൾ മറ്റേ പറയുന്നുണ്ടല്ലോ എന്തായാലും. ആൻഡ് ഇൻട്രോഗേറ്റീവ് ആണെങ്കിൽ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ WH കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് വരണം. ഓക്സിലറി വെർബ് ഞാൻ അന്ന് പഠിക്കാൻ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു?
ആമീസാർ Isama. Was. വാസ് വെയർ ഹാസ് ഹാവ് ഹാഡ് Can. Could. Shall. Should. ക്യാൻ ഗുഡ് ഷാൽ ഷുഡ് മേ മൈറ്റ് വിൽ വുഡ്. അതിൻ്റെ ഓർഡർ തെറ്റിച്ച് പൊടി, ഓർഡറിന് മടിയടി. ആമീസാർ വാസ് വാസ് ഹാവ് ഡു ഡസ് ഡിഡ് ഉണ്ടാ ഡു ഡസ് ഡിഡ് ക്യാൻ ഗുഡ് Can. Could. Shall. ഷാൽ ഷുഡ് വിൽ വുഡ് മേ മൈറ്റ് മസ്റ്റ് നീഡ് ഡെയർ യൂസ്ഡ് ടു ഓട്ട് ടു. ഇത്ര ആയോന്ന് എനിക്കത്തില്ല. 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 10, 20, 21, 22, 23, 24 എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും പോയി കാണും. പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഓക്സിലറി വെർബ്. അപ്പോൾ WH കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ വെർബ് വരണം. ദെൻ പിന്നെ പറഞ്ഞ എന്താണ്, ഇവിടെയൊക്കെ നീ ഉണ്ടായിരുന്നോ? ഉണ്ട്. അപ്പോൾ സെറ്റായി. ഓക്കെ. അടുത്തത് പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു നമുക്ക് ഏതിനാണത്, നമ്മുടെ വെർബാണെങ്കിൽ നമുക്ക് അതിന് 3 ഫോമുണ്ട്. V1, V2, V3. അല്ലെങ്കിൽ പ്രസൻറ്റ്, പാസ്റ്റ്, പാർട്ടിസിപ്പിൾ. അല്ലെങ്കിൽ റണ്ണ്, റാന്, എന്നൊക്കെ. അല്ലെങ്കിൽ എന്താണ് ക്രൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് ഒരു വെർബിന് 3 ഫോമുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എന്താണ് വേറെ അതുപോലെ വെർബ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ, അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നൗണിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും എന്താണ് സ്മാർട്ട് ബോയ്. അപ്പം ബോയ്ക്ക് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ നൗണിന് ഒരു എക്സ്ട്രാ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സ്മാർട്ട്. അപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്നൊരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിന് 3 ഫോമുണ്ട്. എന്താണ് സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. എന്താണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ അതിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുണ്ട് സ്മാർട്ട്, പിന്നെ വൈസ്, സ്വീറ്റ്, ടാള്. ഇതിൻ്റെയൊക്കെ ബാക്കി എങ്ങനെയാണ് സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, വൈസ്, വൈസർ, വൈസസ്റ്റ്, സ്വീറ്റ്, സ്വീറ്റർ, സ്വീറ്റസ്റ്റ്, ടോളർ, ടോളസ്റ്റ്. ഇതൊക്കെ അഡ്ജക്റ്റീവിൻ്റെ 3 ഫോംസാണ്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ പോസിറ്റീവ് ഫോമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ഫോം ആവണം. അങ്ങനെയാണെങ്കിൽ ആസ് ഇപ്പുറത്തും നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ഫോർമാറ്റ് വന്നാൽ പോസിറ്റീവ് ഡിഗ്രിയിൽ അപ്പുറത്തും ആസ് ഉണ്ടെങ്കിൽ സെൻറ്റൻസ് എന്തായാലും അവസാനിക്കണം, പ്രോനൗണിൽ അവസാനിക്കണം. ഇല്ലാത്ത പ്രോനൗൺ ഉണ്ടാക്കണ്ട. പ്രോനൗൺ ഉണ്ടെങ്കിൽ പ്രോനൗണിൽ അവസാനിക്കണം. അതും സബ്ജക്റ്റീവ് കേസിലായിരിക്കണം. അതും സബ്ജക്റ്റീവ് കേസ് പ്രോനൗണിലായിരിക്കണം. ഓക്കെ. സബ്ജക്റ്റീവ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഹി, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഏതാണ് സബ്ജക്റ്റീവ് കേസ് പ്രോനൗൺസ്. അപ്പോൾ ഒന്ന് മാക്സിമം അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ബട്ട് കുറേയൊക്കെ എന്താണ് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇത് കഴിയുമ്പോൾ മറ്റേ PDF വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇമ്പ്രൂവ് ആവും. അത് വേറെ പ്രശ്നമൊന്നുമില്ല. അത് മാക്സിമം പ്രാക്ടീസ് ആണ്. നമ്മൾ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക്കും ഒക്കെ പഠിച്ച് കണക്കാൻ ഇതിരുന്ന് വർക്ക് ചെയ്ത് എടുത്താലേ പറ്റി. വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് മറന്നും പോകും. അടുത്ത റൂൾ നമ്മൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ച് വേർഡ്സ്. അഡിക്റ്റഡ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ 2+V1 ആണ് ഇത്. അപ്പോൾ ഇവിടെ എന്താണ് 2+V1, 2+V1, 2+V1 എല്ലാം ശരിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്താണ്, ഇതിൻ്റെ കൂടെയൊക്കെയാണ് 2 കിടക്കുന്നതെങ്കിൽ എന്താണ് V1 അല്ല വരുന്നത്, ജെറണ്ട് അല്ലെങ്കിൽ ING ഉപയോഗിക്കണം. വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിങ് വരും. യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ലിസണിങ് എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെന്താണ് ഹൂം എന്നൊരു ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, രാമ കിൽഡ് രാവണ അല്ലേ, രാമൻ രാവണനെ കൊന്നു. പണ്ടത്തെ സ്ഥിര എക്സാമ്പിൾ അല്ലേ. ആരാ കൊന്നത്? രാമനാണ് കൊന്നത്. ഹൂ
ഹി കിൽ ആരെയാ കൊന്നത്? രാവൺ. രാവണനെയാണ് കൊന്നത്. രാവണൻ എന്ന് പറയുമ്പോൾ ഹൂ എന്ന് ചോദിച്ചപ്പോൾ നമുക്കിട്ടത് രാമനാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ ആൾ, ഇവിടുത്തെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ്, അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പം ഹൂ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രാമനെ കിട്ടി, അതെന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇതെന്താണ്? സബ്ജക്റ്റീവ് കേസാണ്. ആൻഡ് ഹൂം എന്ന് പറയുമ്പോൾ എന്താണ്? ചോദിച്ചപ്പോൾ ഹൂം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രാവണനെ കിട്ടി എന്ന് പറയുമ്പോൾ അവൻ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് അതിന് ഒബ്ജക്റ്റീവ് കേസാണ്. ഓക്കെ, അപ്പോൾ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് അത് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഹീ ഹു ഓൾ നോട്ട് ടു ബി എ ഡോക്ടർ ഈസ് എ ചീറ്റ്. ഇവിടെ ആരെക്കുറിച്ച്, ആരാടാ ചീറ്റ് എന്ന് പറഞ്ഞേക്കണേ ഇവിടെ? ഡോക്ടറാണോ? ഹീ ഹു അവനെ കുറിച്ച്, ഹീ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൻ ചീറ്റാണെന്ന്. ആരാ അപ്പം ചീറ്റ്? പറഞ്ഞ ആൾ ചീറ്റ്. പറഞ്ഞ ആളെന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്നവനാണ് ചീറ്റ്. ഇവിടെ കിടക്കുന്നതിന് സബ്ജക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ആരാണ്? ഹൂ അല്ലേ വരുന്നത്? അതാ പറഞ്ഞ ഹീ ഹൂ ആൾ നോട്ട് ബി ചീറ്റ്. ബാക്കി അത് കറക്റ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ തന്നെന്തോ കുളമൊക്കെ ഇട്ടേക്കണ സാധനമാണത്, നോക്കാം. ഓക്കെ, അടുത്ത റൂൾസ് നമ്മൾ പറഞ്ഞായിരുന്നു. എ നമ്പർ ഓഫും ദ നമ്പർ ഓഫും. എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് എന്ത് വരണം? പ്ലൂറൽ. കാരണം ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഒരാളെ കാണത്തുള്ളൂ. ഇപ്പം എന്താണ്, ആതിര ബാബു എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരാളേ ഉള്ളൂ. സാധാരണ പിന്നെ വേറെ ഇതിപ്പോൾ ആതിര എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറേ ആതിര കാണും. അല്ലെ പോട്ട് വേറെ എന്താണ്, നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ ബേർഡ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, കോമൺ ആണ്. അത് ഇത്ര ബേർഡ് വേണമെങ്കിലും ആവാം. പക്ഷേ ക്രോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്പെസിഫിക് ആണ്. ഓക്കെ, അങ്ങനെ വരുന്നത്. അപ്പോൾ എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ എ നമ്പർ ഓഫ് കുറച്ച് പേര്, എത്ര പേരെന്നൊന്നുമില്ല, കുറച്ച് പേര്. അതൊരു നമ്പർ ഫിക്സഡ് അല്ല, കുറച്ച് പേരെന്നേ ഉള്ളൂ. അപ്പോൾ അറിയത്തില്ല, അത് പ്ലൂറൽ എടുക്കും. പക്ഷെ ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പം അത് ഫിക്സഡ് ആണ്. ദ നമ്പർ ഓഫ് എത്രയാണോ അത്രയും ഫിക്സഡ് സാധനം പറയുമ്പോൾ എന്ത് വരണം? സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് വരണം. ഇവിടെയാണെങ്കിൽ പ്ലൂറൽ വെർബ് വരും, ഇവിടെയാണെങ്കിൽ സിംഗുലർ വെർബ് വരും. പക്ഷെ നൗൺ എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ നൗണാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബിറ്റ്വീനും ലെറ്റും തെറ്റിക്കരുത്. ബിറ്റ്വീനും ലെറ്റും കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് കേസ് വരണം. നമ്മൾ പറഞ്ഞു ഐൻ്റെത് എന്ത് വരും? അപ്പോൾ ഐൻ്റെത് മീ, വീൻ്റെത് അസ്, യുവിൻ്റെത് യു തന്നെയാണ്. ഹി, ഹിമ്മ്, ഹെർ, ഇറ്റ്, ദമ്മ്. ഇതാണ് ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുന്നത് പ്രൊനൗൺസിൻ്റെ. ഓക്കെ, അപ്പോൾ ബിറ്റ്വീൻ യു ആൻഡ് ഐ അല്ല വരാനുള്ള, യു ആൻഡ് മീ വരണം. ടു ലെറ്റ് മീ വരണം. ലെറ്റ് ദം വരണം. ഇപ്പോൾ ലെറ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻ കഴിഞ്ഞിട്ട് എന്ത് വരണം? ഒബ്ജക്റ്റീവ് കേസാണ് വരുന്നത്. ബിറ്റ്വീൻ ഹി ആൻഡ് ഷീ അല്ല, ബിറ്റ്വീൻ ഹിം ആൻഡ് ഹർ. ലെറ്റ് കഴിഞ്ഞാൽ ലെറ്റ് മീ. അടുത്തത് ഓക്കെ, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ. ഇതിന് നീലായിരുന്നു. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് നോട്ട് ടൈം. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് നോട്ട് ടൈം ഒക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് വരുന്നത്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ വേറെ റൂളും പഠിച്ചായിരുന്നു. എന്താണ്? എന്തെങ്കിലും പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വരണം? അല്ല, എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് നോട്ട് ടൈം. ഇതൊക്കെ വന്നാലും എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് വരണം. ഓക്കെ, മറ്റേത് കണ്ടാൽ മതി എല്ലാം ഒന്ന് അതേപോലെ കേട്ടാ. ഈ റീസണിങ്ങും ഇംഗ്ലീഷിനും റീസണിങ്ങിനും കോണ്ടിനും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിനും കൊടുക്കണം, അല്ലെങ്കിൽ അത് മാത്രം അവിടെ ആയിപ്പോവും. ഓക്കെ, ഇത് വീണ്ടും വേർഡ്സ് ആണ്. റീസെൻ്റ്ലി, ലേറ്റ്ലി, ഓൾറെഡി, നെവർ, എവർ, സോ ഫാർ. എന്താണ് റീസെൻ്റ്ലി, ലേറ്റ്ലി, നെവർ, എവർ, സോ ഫാർ. ഇതൊക്കെ കഴിഞ്ഞ് പ്രസൻറ്റ് പെർഫെക്റ്റ് വരണം. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാസ് ഓർ ഹാവ് പ്ലസ് വിത്ത്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. വേർഡ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ വേർഡ്സിനത് വരുന്നത്? റീസെൻ്റ്ലി, ലേറ്റ്ലി, എന്തോന്നു? വീത്രിയാ പറയാൻ വന്നേ? ഏതൊക്കെയാ, എങ്ങനെയൊക്കെയാണ്? ഐ മീൻ V3യുടെ എക്സാമ്പിൾ പറയാൻ. V3യുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ
എന്താടാ? വീട്ടിലെ എക്സാമ്പിൾ എന്താ? തേർഡ് ഫോം ഓഫ് ദ വെർബാണത്. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. മൂന്നാമത്തെ സാധനം. ഓക്കെ, ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഈറ്റൺ ആണ് മൂന്നാമത്തെ ഫോം. ഓക്കെ, ശരി. അടുത്തത്. ഇതിപ്പോൾ ഞാൻ പോകണില്ല, ഇത് നീ മറ്റേതിനകത്തോട്ട് പോയിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് 15 ഇതൂടെ അല്ലേ ഉള്ളു, തീർന്നല്ല. പിന്നെ ഇവിടെ പോവാൻ. ഓക്കെ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, നോ സൂണർ, നെവർ ഉണ്ട്. നെവർ ഉണ്ട്, നെവർ വീണ്ടും വന്നു. ഇവിടെ എന്തുണ്ടായിരുന്നു? നെവർ ഉണ്ട്. അപ്പോൾ നെവറിന് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നും പറഞ്ഞ റൂളും ഉണ്ട്. നെവറിന് അടുത്ത റൂൾ വന്നിട്ടുണ്ട്. എന്താണ്? റൂൾ ഓഫ് ഇൻവേർഷൻ. റൂൾ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് മെയിൻ വെർബ് വരണം. ഈ റൂൾ ഓഫ് ഇൻവേർഷൻ നമ്മൾ മുമ്പ് ഉപയോഗിച്ചത് WHനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ WHനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? WH കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് മെയിൻ വെർബ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കിവിടെ തൊട്ട് തന്നെ തുടങ്ങാനുള്ളത്.